ഞാവലിന്റെ വൈനിട്ടിട്ട് 1 മാസമായി. ഇന്ന് നമുക്കത് എടുത്തു നോക്കാം. അപ്പം ഞാവല് വൈനിടുന്നതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു വൈൻ എടുക്കുന്ന സമയത്ത് ഒന്ന് കാണിച്ചു തരാന്ന്. അപ്പൊ എന്തായി എന്നൊന്നും അറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ ആദ്യം നമ്മളെ ടൈറ്റാക്കി വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് അഴിച്ചു മാറ്റിട്ട് കേട്ടോ. അതാ നല്ലൊരു തുണി ഉപയോഗിച്ച് ഇവിടെ മൂടിയൊക്കെ നല്ല ടൈറ്റാക്കി വെച്ച് ഇനി നമുക്ക് ഊരി എടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ശേഷം മുകളിൽ വൈനായിട്ട് ഇങ്ങനെ വൈനൊക്കെ ഇത്രയും മുകളിലുണ്ട് അല്ലേ. പിന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അരിപ്പ വെച്ചിട്ട് അരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒഴിക്കാം. കുരുവൊക്കെ ശരിക്കും കുപ്പീൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നുണ്ട് അല്ലേ. മൊത്തത്തിൽ പോരും കറക്റ്റ്. അപ്പൊ ഇത്രയും കുരുകൾ ഇനിയും ഭരണിയിലുണ്ട്. ഇത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇത് കൊണ്ട് മാറ്റി വെക്കാം. കിട്ടുന്ന അത്രയും വൈൻ നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കാണുമ്പോഴേ വൈനിന്റെ കളറൊന്നും കറക്റ്റ് കാണുന്നില്ല. അപ്പൊ ഒരു ചില്ലിന്റെ ജഗ്ഗിലോട്ട് ഒഴിച്ചിട്ട് ഇത് കാണിച്ചു തരാം. ഇരിക്കട്ടെ. ഇപ്പോഴാണ് നമ്മളെ വൈനിന്റെ കളർ ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഇതല്ല അടിപൊളി ഞാവലിന്റെ അതേ ആ നിറം തന്നെ അല്ലേ. വൈനായപ്പം കുറച്ച് കടുപ്പം കൂടിയിട്ടൊന്നുമില്ല, ആ ഒരു കളർ തന്നെ. നമ്മൾ പറിച്ച ഞാവലിന്റെ അതേ നിറം തന്നെ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കല്ലേ. വൈനൊക്കെ കുടിക്കാനായിട്ട് ചെറിയ ഗ്ലാസ് കേട്ടോ. ബിയമോൾ ഇവിടെ റെഡിയായി നിൽക്കുകയാണ് വൈൻ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. അവൾ കുറേ എടുക്കുന്നില്ല വെച്ചിട്ട്. പ്രാവശ്യം പിന്നെ നമുക്ക് ഞാവല് കുറച്ച് വൈകിട്ടായിട്ട് കിട്ടിയത്. എന്നാലും മഴയൊക്കെ അടയുന്നതിന് മുന്നേ തന്നെ കിട്ടി. അതുകൊണ്ട് നല്ല മധുരമുള്ള ഞാവലായിരുന്നു. അതുകൊണ്ട് കുറെ ഞാവൽ നമ്മൾ തിന്നു തീർത്തു. കുറച്ച് നമ്മൾ വൈൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ ഇനി ഇതെങ്ങനെ ഉണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെ. ബിയമോൾ വാ. അപ്പൊ നമ്മളെടുത്ത വൈന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ബിയമോൾ കൊടുക്കാം കേട്ടോ. ജ്യൂസ് പോലെ ഒന്നല്ല കേട്ടോ വൈന്. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. കുറച്ച് കുടിച്ചാൽ മതി, കുറെ കുടിക്കണ്ട. ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ കേട്ടോ. അടിപൊളി. നല്ല ഗ്യാസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വൈനൊക്കെ ഒരു അരിഷ്ടത്തിന്റെ ചുവല്ലേ, ആ ഒരു ചുവ തന്നെ. നല്ല മധുരം ഉണ്ട് കേട്ടോ. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് കുടിച്ചു, അത്രയും ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇട്ടത് എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. നമ്മൾ ഞാവലിന്റെ വൈൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ ഇപ്രാവശ്യം നല്ല ഞാവൽ ഇട്ടുകൊണ്ട് കുറെ നമ്മൾ കഴിച്ച് ലാസ്റ്റ് നമ്മൾ കുറച്ചെടുത്ത് വൈൻ ഇട്ട്. അപ്പൊ നമ്മൾ ഇട്ട ഒരു ഭരണിന്ന് നമുക്ക് ഇത്രയും വൈൻ കിട്ടി. ഒരു കുപ്പിയിൽ ഫുള്ളും ഈ കുപ്പിയിൽ പകുതിക്കായിട്ടും. അപ്പൊ നമ്മളിങ്ങനെ വൈനൊക്കെ ഉണ്ടാക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല, സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സുകൾ അതിന്റെ ഗുണങ്ങൾ അനുസരിച്ച് നമുക്ക് എടുത്തു വെക്കാനൊന്നും പറ്റൂല. അപ്പം അത് ഇങ്ങനെയൊക്കെ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടണമെങ്കിൽ ഇതുപോലെ വൈൻ രൂപത്തിലൊക്കെ ആക്കി വെച്ചാൽ ഇടയ്ക്ക് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ കുടിക്കുക.